ആ ഇത് കേൾക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്വരങ്ങളാണ്. പക്ഷേ ഒരു പ്രത്യേക രീതിയിൽ ഈ സ്വരങ്ങളെ സ്പ്ലിറ്റ് ചെയ്ത് ചെറിയ ചെറിയ ഗ്രൂപ്പുകളാക്കി അങ്ങനെ മനസ്സിലാക്കി പാടി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ഒരുമിച്ച് പാടുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും സ്വരങ്ങളൊന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു സ്വരം പാടിക്കഴിഞ്ഞിട്ട് മൃദംഗത്തിന്റെ ഒരു ചെറിയ പോർഷൻ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ എപ്പോഴാണ് അടുത്ത സ്വരം പാടേണ്ടത് എന്ന് ചെറിയൊരു കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. എല്ലാവർക്കും നമസ്കാരം. ഗായിക പ്രിയയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിന്നിഷ്ടം എന്നിഷ്ടം എന്ന ചിത്രത്തിലെ നാദങ്ങളായി നീ വരൂ എന്ന ഗാനം കുറച്ചധികം തവണ സജഷൻസിൽ വന്നിട്ടുള്ള ഒരു പാട്ടാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ അധ്യായത്തിൽ ഈ ഒരു ഗാനത്തിന്റെ നൊട്ടേഷൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ഹംസധ്വനി എന്ന രാഗത്തെ അടിസ്ഥാനമാക്കി ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു ഗാനമാണ്. ഡി സ്കെയിൽ 2 ഘട്ട ശ്രുതിയിലാണ് ഇതിന്റെ നൊട്ടേഷൻസ് ഞാൻ അവതരിപ്പിക്കുന്നത്. എന്നും പറയുന്നത് പോലെ ഈ നൊട്ടേഷൻസ് ഏത് ശ്രുതിയിലും ഉപകരണ സംഗീതക്കാർക്ക് ഉപയോഗിക്കാവുന്നതാണ്. പാട്ടിന്റെ തുടക്കത്തിൽ ഒരു ആലാപ് വരുന്നുണ്ട്. ചിലപ്പോഴൊക്കെ ഈ ആലാപ് സ്കിപ്പ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോട് കൂടിയും ആരംഭിക്കാറുണ്ട്. ഈ ഹമ്മിങ് പാടണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടി ഈ നൊട്ടേഷൻസ് ഒന്ന് അവതരിപ്പിക്കുകയാണ്. ഒറ്റ ബ്രത്തിലാണ് പാടുന്നത്. കേൾക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് പോലെ തോന്നും. എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി ഈ ഹമ്മിങ്ങിനെ ചെറിയ ചെറിയ ഭാഗങ്ങളാക്കാം. ആ ആ ആ സാ ഷഡ്ജത്തിലാണ് ആരംഭിക്കുന്നത്. സനി പനി ആ സരി സനി ആ സനി പനി സരി സനി ആ സരി ഗ പഗരി ഗ പനി സരി പ ആ പനി സരി ഗരി ഗ. ഒരുമിച്ച് പാടുമ്പോ സനി പനി സരി സനി സരി ഗ പഗരി ഗ പനി സരി പ പനി സരി ഗരി ഗ. ഹമ്മിങ് പാടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എങ്ങനെ ഇതിനെ മോഡുലേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. വളരെ ഇങ്ങനെ ബ്ലണ്ടായിട്ട് പാടിക്കൂടാ. ആ എന്ന് ബലം കൊടുക്കാതെ ആ ഒരു വോയിസ് ഒന്ന് മോഡുലേറ്റ് ചെയ്ത് പാടിയാൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും കേൾക്കാൻ. ഇനി പല്ലവി. പല്ലവി സ്റ്റാർട്ട് ചെയ്യുന്നത് താരസ്ഥായിലെ ഷഡ്ജത്തിലാണ്. സാ പാ സാ നാദങ്ങളായി നീ വരൂ രാഗങ്ങളായി തീ തരൂ സാനി പകരെ നാദങ്ങളായി ലായ് എന്നുണ്ട്. അതാണ് ഗരേ എന്ന് വരുന്നത്. നാദങ്ങളായി നീ സനിപ വരൂ പസാ. അടുത്തത് ചെറിയ വ്യത്യാസമുണ്ട്. രാഗങ്ങൾ എന്ന് വരും. രാഗങ്ങളായി പാസനിരി സനി പഗരേ രാഗങ്ങളായി തേൻ സനിപ തരൂ. അവിടെയും ചെറിയ വ്യത്യാസം. പഗരി സാ തരൂ. പ്രിയകരമൊരു നവഗീതം വിരിയണമതിലയ ഭാവം പ്രിയകര സനി പനി പ്രിയകരമൊരു നവ സനി പനി സഗരിക ഗീതം നീ സാ നീ എന്നുള്ളത് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് പാടണം. പ്രിയകരമൊരു നവഗീതം വിരിയണ പകരിക വിരിയണ മതിലയ പകരിക പനി പസ നിരിസ ഭാവം പകരിക പനി പസ നിരിസ വിരിയണ മതിലയ ഭാവം. ഈ 2 വരി ഒരു തവണയും കൂടെ പാടുന്നുണ്ട്. അതിനുശേഷം നാദങ്ങളായി നീ വരൂ രാഗങ്ങളായി തീ തരൂ എന്ന് ആദ്യം പാടിയതുപോലെ തന്നെ ആ 2 വരി പാടിയിട്ടാണ് പല്ലവി അവസാനിപ്പിക്കുന്നത്. അനുപല്ലവി.
മധുര മധുര സ്വര നിരകൾ നിറയുമക തളിരിൽ വിളയുമൊരു താളം. ലളിത സരള പദമൊഴുകി വഴിയുമൊരു പുതിയ കവിതയുടെ ഈണം. നൊട്ടേഷൻസ്. മധുര മധുര സ്വര രിഗഗ രിഗഗ ഗഗ നിരകൾ നിറയുമക പസസ പസസ സസ രിഗഗ രിഗഗ ഗഗ പസസ പസസ സസ തളിരിൽ വിളയുമൊരു രിഗപ രിപഗരിസ താളം സനിബസ. അവിടെ മാത്രമാണ് ഒരു എക്സ്ട്രാ ഒരു ഗമകം പോലെ വരുന്നത്. താ സനിബസ. ബാക്കിയെല്ലാം ഈ പദങ്ങൾക്കനുസരിച്ച് സ്വരങ്ങൾ വെച്ചിരിക്കുകയാണ്. അപ്പോൾ പാടാൻ അത്ര ബുദ്ധിമുട്ടില്ല. ഈ വാക്കുകൾ നമുക്ക് വായിൽ വരാനുള്ള ഒരു പ്രയാസമേ ഉള്ളൂ. ട്യൂൺ വളരെ എളുപ്പമാണ്. രിഗഗ രിഗഗ ഗഗ പസസ പസസ സസ രിഗപ രിപഗരി സ സനിബസ. അടുത്തത് ലളിത സരള പദ ഗപപ ഗപപപ ലളിത സരള പദമൊഴുകി വഴിയുമൊരു പനിനി പനിനി ഗപപ ഗപപപ പനിനി പനിനി പുതിയ കവിതയുടെ പനി സരി ഗരി സരി പാസ സനിബസ എന്ന് വരും. ഏനം പുതിയ കവിതയുടെ ഏനം പനി സരി ഗരി സരി സനിബസ. ഇതിന് ശേഷം ഒരു സ്വരം വരുന്നുണ്ട്. അതിങ്ങനെയാണ്. പനി പനി സനി സരി സരി ഗരി ഗ പനി സ രി സനി രി സനി പ ഗ പനി സനി പനി പ ഗ പ ഗരി ഗരി സനി സ. ഇത് കേൾക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്വരങ്ങളാണ്. പക്ഷേ ഒരു പ്രത്യേക രീതിയിൽ ഈ സ്വരങ്ങളെ സ്പ്ലിറ്റ് ചെയ്ത് ചെറിയ ചെറിയ ഗ്രൂപ്പുകളാക്കി അങ്ങനെ മനസ്സിലാക്കി പാടി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ഒരുമിച്ച് പാടുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും സ്വരങ്ങളൊന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട്. അതെങ്ങനെയാണ് എന്നുള്ളതാണ് അടുത്ത സ്ലൈഡിൽ കാണിക്കാൻ പോകുന്നത്. ഗരി അത് ഒരുമിച്ചെടുക്കുക. ഗരി സനി ഒരു സെറ്റ്, റിസനിപ്പ അടുത്ത സെറ്റ്. ഓർക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. ഗരി ഗരിസനി, ദെൻ അതിന്റെ ഒരു സ്റ്റെപ്പ് താഴെ ഇറങ്ങിയിട്ട് റിസനിപ്പ. ഇനി മന്ത്രസ്ഥായി എന്നാണ് പാടുന്നത്. പനി പനി സനി സരി സരി ഗ പനി സ. അതിൽ പനി പനിസ എന്നുള്ളത് ഒരു സെറ്റായി വെക്കുക. നിസരി അടുത്ത ഗ്രൂപ്പ്, സരിഗ അടുത്ത ഗ്രൂപ്പ്, രിഗ പനിസ അടുത്ത ഗ്രൂപ്പ്. അപ്പൊ എങ്ങനെ വരും? പനി പനിസ നിസരി സരിഗ രിഗ പനിസ. ഒരുമിച്ച് പാടുമ്പോ പനി പനിസ നിസരി സരിഗ രിഗ പനിസ. ഈ ഒരു സ്വരം പാടിക്കഴിഞ്ഞിട്ട് മൃദംഗത്തിന്റെ ഒരു ചെറിയ പോർഷൻ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ എപ്പോഴാണ് അടുത്ത സ്വരം പാടേണ്ടത് എന്ന് ചെറിയൊരു കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. കർണാട്ടിക് മ്യൂസിക് പഠിച്ചവരാണെങ്കിൽ ആദ്യ താളം ഒരു താളമായിട്ട് അങ്ങ് പിടിക്കുക. അപ്പോൾ പനി പനി സനി സരി സരി ഗരി ഗ പനി സ. എന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ആദ്യ താളം പിടിക്കാൻ അറിയാത്തവർ, കർണാട്ടിക് മ്യൂസിക് പഠിക്കാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒരു വിദ്യ ചെയ്യുക. അതേ ടെമ്പോയില് അതേ സ്പീഡില് 1 മുതൽ 8 വരെ എണ്ണുക. ഇപ്പോൾ പനി പനി സനി സരി സരി ഗരി ഗ പനി സ. 1 2 3 4 5 6 7 8 എന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇനി അതും ബുദ്ധിമുട്ടാണ് എന്നുള്ളവര് നമ്മൾ ഇപ്പൊ പാടിയ സ്വരമില്ലേ, ഗരി ഗരി സനി രി സനി പ, പാടിക്കഴിഞ്ഞിട്ട് മൃദംഗം വായിക്കുന്ന ആ ഗ്യാപ്പില് നമ്മൾ ഇപ്പൊ പാടിയ സ്വരം ഒന്ന് മനസ്സിൽ പാടുക. അത് പാടി കഴിയുമ്പോഴേക്ക് തന്നെ നമുക്ക് അടുത്ത സ്വരം പാടാനുള്ള സമയമായിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ ഏതെങ്കിലും ഒരു വിദ്യയിലാണ് നമ്മൾ ആ ഒരു ഗ്യാപ്പ് മനസ്സിലാക്കേണ്ടത്. അതിനുശേഷം അടുത്ത സ്വരാണ് രി സനി ഒരു സെറ്റ്, രി സനി പ അടുത്ത സെറ്റ്, ഗ പാനി അടുത്ത സെറ്റ്, സനി പ നി പ ഗ പ ഗരി ഗരി സ നി സ. എളുപ്പമാണല്ലോ. സനിപ നിപഗ പഗരി ഗരിസ നീസ. ഓരോരോ സ്റ്റെപ്പ് ഇറങ്ങി ഇറങ്ങി 3 സ്വരങ്ങളുടെ ഒരു ഗ്രൂപ്പാണത്. അപ്പോ സനി പനി പഗ പഗരി ഗരി സനീസ, സനി പനി പഗ പഗരി ഗരി സനീസ. സ്പീഡ് കൂട്ടി കൊണ്ടുവരിക. അപ്പൊ അത് ഒരുമിച്ചൊന്ന് പാടുകയാണ്. രി സനി രി സനി പ ഗ പാനി സനി പ നി പഗ പഗരി ഗരി സനീസ. അത് പഠിക്കുന്ന സമയത്ത് സ്ലോയില് മുറിച്ച് പാടുക. അതിനുശേഷം ഒരുമിച്ച് ആ ടെമ്പോയിൽ പാടിയാൽ മതി. അപ്പൊ മുഴുവൻ സ്വരം ഒറ്റ തവണയും കൂടി ഒന്ന് പാടുകയാണ്. എൻ്റെ ഒപ്പം ഒന്ന് പാടി നോക്കാൻ വേണ്ടിയിട്ട്. 1 2 3 4 ഗരി ഗരി സനി രി സനി പ പനി പനി സനി സരി സരി ഗരി ഗ പനി സ. 1 2 3 4
5 6 7 8. രി സനി രി സനി പ ഗ പ നി സനി പ നി പ ഗ പ ഗ രി ഗ രി സനി സ. അതിനുശേഷവും മൃദംഗത്തിന്റെ ഒരു പോർഷൻ വരുന്നുണ്ട്. അതും ഇതേപോലെ 8 എന്ന് എണ്ണുന്നത് വരെ, അല്ലെങ്കിൽ ആദ്യ താളത്തിന്റെ ഒരു താളവട്ടാണ് ആ ഒരു ഗ്യാപ്പ് വരുന്നത്. പിന്നീട് ഈ മധുര മധുര ആ ഒരു പോർഷൻ ഒന്നും കൂടെ പാടുകയാണ്. സംഗതികളൊന്നും വ്യത്യാസമൊന്നുമില്ല. പിന്നെയാണ് അടുത്ത വരി വരുന്നത്. മോഹം പുളകതരമോദം, മോഹം പുളകതരമോദം, പാഗ മോ എന്നുണ്ട്, പാഗ ഗരി മോഹം പാഗ ഗരി സഗരി സനി പുളകതര സനി പാസ മോദം മോ സനി പാ എന്നുണ്ട്, മോദം. അത് 2 തവണ പാടുക. അതിനുശേഷം പല്ലവി 4 വരിയാണ് പാടുന്നത്. നേരത്തെ പാടിയതുപോലെ തന്നെയാണ്, സംഗതി വ്യത്യാസങ്ങളൊന്നുമില്ല. ചരണത്തിന് തൊട്ട് മുൻപുള്ള ബീജിയമിലും ഒരു സ്വരം വരുന്നുണ്ട്. അതിങ്ങനെയാണ്. സരി സനി പാനി സരി സരി സനി പഗരി സനി സരി സരി ഗപ 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 നി സനി സ ഗരി ഗരി സനി പരി സനി പഗരി സനി സരി സരി ഗരി ഗപ ഗപ നി പനി സ. ഇത് പാടാൻ അത്ര ബുദ്ധിമുട്ടില്ല, കാരണം ഓരോ ഗ്യാപ്പിലും സെയിം സ്വരം ഇൻസ്ട്രുമെന്റ്സ് വായിക്കുകയാണ്. ഇപ്പം സരി സനി പാനി സരി സരി സനി പഗരി സനി എന്ന് നമ്മൾ പാടിക്കഴിഞ്ഞാൽ സെയിം സ്വരം തന്നെയാണ് ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ അടുത്തത് പാടിയാൽ മതി. അപ്പൊ ഇത് എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത് എന്നാണ് അടുത്ത സ്ലൈഡിൽ കാണിക്കുന്നത്. ഒപ്പം പാടി നോക്കുക കേട്ടോ. ടോപ്പിലെ സായാണ്. സരി സനി പാനി സരി സരി സനി പാനി സരി ഒരു സെറ്റ്. സരി സനി പാനി സരി. അടുത്തത് സരി സനി പഗരി സനി. അടുത്തത് സരി സരി ഗപ ഗപ. 4 സ്വരങ്ങളുള്ള ഗ്രൂപ്പ് ആക്കുക. സരി സരി ഗപ ഗപ. അടുത്തത് ഗപ ഗപ നിസ നിസ. അടുത്ത സെറ്റ് സരി സരി ഗപ 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 നിസ നിസ. അടുത്ത പോർഷൻ ഗരി ഗരി സനി പ രി സനി പ ഗരി സനി. അടുത്തത് സരി സരി ഗ സരി സരി ഗ. അടുത്തത് 3 ആണ്. രി ഗ പ സരി സരി ഗ രി ഗ പ ഗ പ നി പ നി സ. കാരണം നി സ എന്നുള്ളത് വേറെ തന്നെ രീതിയിലാണ് അടിച്ചടിച്ചാ പാടുന്നത്. സരി സരി ഗ രി ഗ പ ഗ പ നി പ നി സ. അപ്പൊ ഒന്ന് ഒരുമിച്ച് പാടി നോക്കാം. എൻ്റെ ഒപ്പം ഒന്ന് പാടിക്കോളൂ. സരി സനി പാനി സരി സരി സനി പഗരി സനി. 1 2 3 4 5 6 7 8. സരി സരി ഗപ ഗപ 1 2 ഗപ ഗപ നി സനി സ 1 2 ഗരി ഗരി സനി പരി സനി പഗരി സനി സരി സരി ഗരി ഗപ ഗപ നി പനി സ. ചരണം അനുപല്ലവി പോലെ തന്നെയാണ്. അപ്പൊ അതേ നൊട്ടേഷൻസ് തന്നെയാണ് വരിക. തൊഴുതു വിടരുമുഷ മലരി കരളിൽ ഹിമ കണിക ചൊരിയുമൊരു മാസം മാ സനി പ. കണിക ചൊരിയുമൊരു മാസം ഇളമ പുണരുമിരു ചിറകു ചിറകുകളിൽ അമൃത പകരുമൊരു നേരം അമൃത പകരുമൊരു പനി സരി ഗരി സനി സനി ബാസ നേരം. ഈ 4 വരിക്ക് ശേഷം ചെറിയൊരു ആലാപ് വരുന്നുണ്ട്. അതിങ്ങനെയാണ്. നേരം ആ നേരം. ആ നോട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സാ സനി പാസനേരി സനി സബ സാ സനി പാസനേരി സനി സബ ഗബ ഗരി സനി ആ സരി ഗ പനി സാ ഗബ ഗരി സനി സരി ഗ പനി സാ. പാടും മനസ്സിലൊരു ധ്യാനം പാടും മനസ്സിലൊരു ധ്യാനം. പിന്നീട് നാദങ്ങളായി നീ വരൂ മുഴുവനായി പാടുകയാണ്. പല്ലവി മുഴുവൻ പാടിയിട്ട് അവസാനിപ്പിക്കുമ്പോൾ ചെറിയ വ്യത്യാസമുണ്ട്. ഒന്നാമത്തത് നാദങ്ങൾ
എന്നാണ് പാടുന്നത്. പാസരിസ നാദങ്ങൾ എന്ന് വരും. അതേപോലെ രാ പനിസാഗ്രി കുറച്ചധികം സംഗതി വരും. രാഗങ്ങളായി പനിസാഗ്രി സരി പഗരി തേൻ തരൂ ഗരേ ഗപ ഗരേ രി സാ. ഇങ്ങനെയാണ് പാട്ട് അവസാനിക്കുന്നത്. ഇന്നത്തെ ഒരു അധ്യായം എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറക്കരുത്. വീണ്ടും കാണുന്നത് വരെ ഏവർക്കും നന്ദി, നമസ്കാരം.